ദക്ഷിണേന്ത്യക്കാരുടെ പ്രധാന പ്രഭാത ഭക്ഷണ വിഭവങ്ങളിൽ ഒന്നാണ് ദോശ. രാവിലെ അടുക്കളയിൽ നിന്നുള്ള ഷ് എന്നൊരു ശബ്ദം കേട്ടാണ് മിക്ക വീടുകളും ഉണരുന്നത് തന്നെ. നല്ല ചൂടുള്ള ദോശക്കല്ലിൽ നെയ്യ് തടവി മാവ് കോരി ഒഴിച്ച് പരത്തുന്ന സുഖം മറ്റൊരു വിഭവം ഉണ്ടാക്കുമ്പോഴും കിട്ടണമെന്നില്ല. പിന്നാലെ നല്ല സാമ്പാറോ തേങ്ങ ചമ്മന്തിയോ തക്കാളി ചമ്മന്തിയോ കൂട്ടി ഒരു പിടി പിടിച്ചാൽ അന്നത്തെ ദിവസം സുഖകരം. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എവിടെ നിന്നാണ് ഈ ദോശ വന്നതെന്ന്, ആരാണ് ആദ്യം ദോശ ഉണ്ടാക്കിയതെന്ന്? എന്നാൽ ചെറിയ കഥയൊന്നുമല്ല ദോശയ്ക്ക് പറയാനുള്ളത്. കാരണം ഒരു നീണ്ട ചരിത്രം തന്നെ ദോശയെ ചുറ്റിപ്പറ്റി പ്രചാരത്തിലുണ്ട്. ഇത് മാത്രമല്ല, ദോശ ജനിച്ചത് എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് അവകാശ തർക്കങ്ങൾ വരെയുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ വിഭവങ്ങളിൽ ഒന്നാണ് ദോശ. കർണാടകയിലെ ഉടുപ്പിയിലാണ് ദോശ ഉത്ഭവിച്ചതെന്നും അല്ല തമിഴ്നാട്ടിലെന്നും തർക്കങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. 1500 വർഷങ്ങൾക്ക് മുൻപ് കർണാടകയിലാണ് ദോശ ഉണ്ടായതെന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ച് ഉടുപ്പിയിൽ. അതുകൊണ്ട് തന്നെ പരമ്പരാഗത ദോശ കഴിക്കാൻ പലരും ഉടുപ്പി തിരഞ്ഞെടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലുടനീളമുള്ള മിക്ക റെസ്റ്റോറൻറ്റുകളുടെ പേരുകളിലും ഉടുപ്പി എന്ന് ചേർത്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് കാണുന്ന ദോശയായിരുന്നില്ല ഒരു കാലത്ത്. ആദ്യകാലത്ത് കട്ടിയുള്ള പരുവത്തിലായിരുന്നു ദോശ ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് പരന്നതും നേർത്തതും കൂടുതൽ ക്രിസ്പിയുമായ രീതിയിൽ ഉണ്ടാക്കാൻ തുടങ്ങി. കർണാടകയിൽ നിന്നാണ് ദോശ എത്തിയതെന്നതിന് ഒരു തെളിവ് 12ാം നൂറ്റാണ്ടിൽ സോമേശ്വര മൂന്നാമൻ രാജാവ് എഴുതിയ മാനസോല്ലാസ എന്ന സംസ്കൃത വിജ്ഞാന കോശത്തിൽ ദോശക എന്ന ഒരു പാചകക്കുറിപ്പുണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ AD 1ാം നൂറ്റാണ്ട് മുതൽ തമിഴ് സംസ്കാരത്തിൽ ദോശ എന്ന വിഭവം ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു.